കട്ടപ്പന ഗവൺമെന്റ് ITI കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ. ഇതോടെ കലാകായിക മേളകൾ, കോളേജ് മാഗസിൻ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ മുടങ്ങി. കോളേജ് ഡയറക്ടർ ബോർഡിന്റെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെയും ഒത്തുകളിയാണ് ഇലക്ഷൻ യുദ്ധത്തിൽ അനിശ്ചിതത്തിലാകാൻ കാരണമെന്നാണ് KSUവിന്റെ ആരോപണം. കഴിഞ്ഞ ഡിസംബറിലാണ് സംസ്ഥാനത്ത് ഉടനീളം ITI കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ജില്ലയിൽ കട്ടപ്പനയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. KSU SFI സംഘർഷം കണക്കിലെടുത്താണ് അന്ന് നടപടിയുണ്ടായത്. അതിനുശേഷം പിന്നീട് നിരവധി തവണ ഇലക്ഷൻ നടത്താൻ യൂണിയൻ നേതാക്കൾ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതോടെ കോളേജിൽ നടത്തേണ്ട ആർട്സ് ഡേ, സ്പോർട്സ് ഡേ, കോളേജ് ഡേ, മാഗസിൻ രൂപീകരണം തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുടങ്ങി. ഇത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ട സർഗാത്മക കഴിവുകളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് കാരണമായി. സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം നടത്തി ഡയറക്ടർ ബോർഡിലേക്ക് നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് KSU പ്രവർത്തകർ പറയുന്നു. നിലവിലെ അവിടുത്തെ 530ഓളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്പോർട്സ്, ആർട്സ്, അതുപോലെ തന്നെ കോളേജ് മാഗസിൻ ഇതിനൊക്കെ അഡ്മിഷൻ സമയത്ത് ഫണ്ട് പിടിച്ചെങ്കിലും അവരുടെ കലാപരമായും കായികപരമായുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു അവസരമില്ലാതെ അവര് ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പം നിലവിലെ ഏകദേശം 530 വിദ്യാർത്ഥികളിൽ 440ഓളം വിദ്യാർത്ഥികളുടെ ഒപ്പ് ശേഖരിച്ച് നമ്മൾ ഡയറക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ ഒരു അജണ്ട എന്ന നിലയ്ക്ക് അവരുടെയും KSU ജയിക്കുമെന്ന് കരുതി അവിടെ SFI ജയിക്കില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇലക്ഷൻ നടത്തണ്ട എന്നുള്ളൊരു രീതിയിൽ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്ന തീരുമാനത്തിനെതിരെ ഇന്ന് ITIയിൽ പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയുണ്ടായി. ഇനിയും വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും കേസിൽ ഡയറക്ടർ ബോർഡും കോളേജ് അധികൃതരും കാണിക്കുന്ന നിഷേധാത്മക നിലപാട് തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമാകുകയാണ്. കോളേജിലെ അധ്യയന വർഷം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിലാണ് അധികാരികളുടെ ഇടപെടൽ. ഇതിനെതിരെ ഇന്ന് കോളേജിൽ പഠിപ്പ് മുടക്കി സമരം നടന്നു. ഇലക്ഷൻ നീട്ടിക്കൊണ്ടുപോകാനുള്ള അധികാരികളുടെ ഗൂഢനീക്കം തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടിയിലേക്ക് കടക്കുമെന്നും KSU ജില്ലാ ജനറൽ സെക്രട്ടറി റോബിൻ ജോർജ്, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ആൽവിൻ ജോയ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.